അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യാത്രകൾ ഏറെ അധികരിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ടൂറിസവും വിനോദയാത്രകളും ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വെറും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ള യാത്രകളിൽ ജംഉം ഖസ്റും അനുവദനീയമാണ്? ഈ ഒരു ചോദ്യം ഈയിടെയായി ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യത്തിന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മഹാന്മാരായ ഫുഖഹാക്കൾ വളരെ കൃത്യവും വ്യക്തവുമായ മറുപടി നൽകിയിട്ടുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതുഹുൽ മുഈനിൽ പറയുന്നു, വലാലിമൻ സാഫറ ലി മുജറദി റുയത്തിൽ ബിലാദി അലൽ അസ്ഹി, വെറും നാട് കാണാൻ വേണ്ടി മാത്രമായി യാത്ര ചെയ്യുന്നവന് പ്രബലമായ അഭിപ്രായ പ്രകാരം യാത്രയുടെ ആനുകൂല്യങ്ങളായ ജംഉം ഖസ്റും ഒന്നും ലഭ്യമാവുകയില്ല. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ഫതുഹുൽ മുഈനിൻ്റെ തന്നെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തുൽ ത്വാലിബീനിൽ പറയുന്നു, വഹുവ അൻ യകൂന സഫറുഹു ലിഗറളിൻ സ്വഹീഹിൻ കസിയാറത്തിൻ വതിജാറത്തിൻ വഹജ്ജ്, യാത്രക്ക് സന്ദർശനം, വ്യാപാരം, ഹജ്ജ് പോലെയുള്ള ശരിയായ പരിഗണനീയമായ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അഥവാ ഒരു മുസ്ലിമിൻ്റെ യാത്ര വെറുതെയായിരിക്കരുത്. പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ലക്ഷ്യമില്ലാത്ത യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുപ്രസിദ്ധ ഗ്രന്ഥമായ തുഹ്ഫയിൽ പറയുന്നു, അമിൻ സഫരിൽ മഅസിയ അൻ യുതഇബ നഫ്സഹു വദാബതഹു ബിർറഖ്ലി മിൻ ഗൈരി ഗറളിൻ ഔ യുസാഫിറ ലിമുജറദി റുയത്തിൽ ബിലാദി വന്നദരി ഇലൈഹ, അഥവാ യാതൊരു ലക്ഷ്യവുമില്ലാതെ സ്വന്തത്തെയും വാഹനത്തെയും കഷ്ടപ്പെടുത്തുന്നതും. പഴയകാലത്ത് വാഹനമായി ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളായിരുന്നുവല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വെറും നാട് കാണാനും സ്ഥലങ്ങൾ നിരീക്ഷിക്കാനുമായി യാത്ര ചെയ്യുന്നതും കുറ്റകരമാണ്. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ലി മുജറദി റുയത്തിൽ ബിലാദ് എന്ന വാക്കുകൊണ്ട്, ആ ഒരു വചനം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? അതിൻ്റെ ഉദ്ദേശ്യം, ഒരു വ്യക്തി യാതൊരു പരിഗണനീയമായ ലക്ഷ്യവുമില്ലാതെ ഒന്ന് ചുറ്റിക്കറങ്ങാം, സ്ഥലങ്ങൾ കണ്ടുവരാം എന്ന ഉദ്ദേശം മാത്രം വെച്ച് അലഞ്ഞു തിരിയുന്ന യാത്രയാണ്. ഇത്തരം യാത്രകൾക്ക് പ്രബലമായ അഭിപ്രായ പ്രകാരം ജംഇൻ്റെയും ഖസ്റിൻ്റെയും ഇളവുകൾ ലഭിക്കില്ല. എന്നാൽ ഇതിൻ്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാം എല്ലാ വിനോദയാത്രകളെയും നിരോധിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ അതിനെതിരാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങളുടെ പ്രസിദ്ധമായ ഗ്രന്ഥമായ നിഹായിയുടെ ഹാഷിയായ ഹാഷിയത്തു റഷീദിയിൽ പറയുന്നതായി കാണാം, വയഖ്സുറു ഇൻ കാന ലഹു ഖറളുൻ സ്വഹീഹുൻ വലൗ തനസ്സുഹ, അഥവാ ഉല്ലാസയാത്ര പോലെയുള്ള ഒരു ശരിയായ ലക്ഷ്യമുണ്ടെങ്കിൽ ഖസ്ർ അനുവദനീയമാണ്. ഇവിടെ തനസ്സുഹ് എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതായത് സ്വന്തമായോ സുഹൃത്തുക്കളുടെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ ഒക്കെ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് മനസ്സിന് റാഹത്ത് ലഭിക്കാനായി യാത്ര ചെയ്യുന്നത് ഹലാലായ ഒരു ലക്ഷ്യത്തോടു കൂടെയുള്ള യാത്രയാണ്. അതുപോലെയുള്ള ബന്ധുക്കളെ സന്ദർശിക്കുന്ന യാത്ര, പഠനയാത്രകൾ, ആരോഗ്യകരമായ ഉദ്ദേശ്യങ്ങൾ ഉള്ള യാത്രകൾ, ഇതൊക്കെ അനുവദനീയമായ യാത്രകളാണ്. അത്തരം യാത്രകളിൽ ജംഉം ഖസ്റും അനുവദനീയവുമാണ്. അതേസമയം യാതൊരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിയുക, വെറും സ്ഥലങ്ങൾ കണ്ടുവരാം എന്നൊരു ഉദ്ദേശം മാത്രം വെക്കുക, സമയവും സമ്പത്തും ഒരു പ്രയോജനവുമില്ലാതെ ചെലവഴിക്കുക, ഇത്തരം യാത്രകളെ പ്രബലമായ അഭിപ്രായ പ്രകാരം പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ചുരുക്കത്തിൽ പരിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തെ ലക്ഷ്യബോധമുള്ളതാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫഹസിബുതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സൂറത്തുൽ മുഅ്മിനൂൻ 115 ആയത്താണിത്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ യാത്രകൾക്ക് പോലും അർത്ഥവും ലക്ഷ്യവും വേണം. അവൻ ചെയ്യുന്ന ഓരോ കാര്യവും അള്ളാഹുവിൻ്റെ പ്രീതിയിലേക്കും തൃപ്തിയിലേക്കും നയിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം വളരെ ചുരുങ്ങിയ രൂപത്തിൽ വ്യക്തമായി മനസ്സിലാക്കാം. വെറും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ള യാത്ര, ആ യാത്രകളിൽ ജംഉം ഖസ്റും അനുവദനീയമല്ല. ഇതാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എന്നാൽ അനുവദനീയമായ ഉല്ലാസം, സന്ദർശനങ്ങൾ തുടങ്ങിയ ഹലാലായ ലക്ഷ്യങ്ങളുള്ള യാത്രകളിൽ ജംഉം ഖസ്റും അനുവദനീയമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രകളെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.